ഹലോ, ഞാൻ നിങ്ങളോട് ടിപ്പ് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. നമ്മൾ മാജിക്കൊക്കെ ചെയ്ത് തുടങ്ങുന്ന സമയത്ത്, പ്രത്യേകിച്ച് ബിഗിനർ മജീഷ്യൻസിന് ഇപ്പോൾ കോയിൻ മാജിക്കും കാർഡ് മാജിക്കൊക്കെ ചെയ്യുന്ന സമയത്ത് സ്ഥിരമായിട്ട് കാണാറുള്ള ഒരു ഫീലിംഗ് ആണ് മജീഷ്യൻസ് ഗിൽറ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കയ്യിൽ, അല്ലെങ്കിൽ ഒരാളെ മിസ്ഡയറക്റ്റ് ചെയ്യുമ്പം നമ്മളത് ചെയ്യുമോ എന്നുള്ളൊരു തോന്നൽ കൊണ്ട് അവർക്കൊരു ഗിൽറ്റ് ഫീലിംഗ് വരാറുണ്ട്. ഇത് ശരിക്കും പെർഫോമൻസിനൊക്കെ ഒത്തിരി ബാധിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ ഒരാളെ എൻ്റർടൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്, നിങ്ങൾ പെർഫോമൻസ് ആണ് ചെയ്യുന്നത്, യു ആർ എ പെർഫോമർ അല്ലേ, നിങ്ങളപ്പം എൻ്റർടൈൻമെൻ്റ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ കഴിവതും അങ്ങനെയുള്ള ഒരു ഫീലിംഗ് തോന്നിയിട്ടുള്ള ആളാണെങ്കിൽ അത് മാറ്റി വയ്ക്കുക. അത് മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് എപ്പോഴും മനസ്സിലുണ്ടാവേണ്ട ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് നിങ്ങളൊരു എൻ്റർടൈനറാണ്, നിങ്ങളൊരു പെർഫോമറാണ്. അതുകൊണ്ട് നിങ്ങൾ ഓഡിയൻസിനെ എൻ്റർടൈൻ ചെയ്യുകയാണ് എന്നുള്ള ഫീലിംഗ് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഓക്കെ, അത് നിങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാക്കും, നിങ്ങളുടെ ഗിൽറ്റ് ഫീലിംഗ് അവോയ്ഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇത്രയും നേരം നിങ്ങളോട് സംസാരിക്കുമ്പോഴും എൻ്റെ ഈ കയ്യിൽ ഈ കോയിൻ ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ അവെയർ ആയിരിക്കുമ്പോഴാണ് നമ്മളുടെ ഓഡിയൻസും ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങുക. അല്ലെങ്കിൽ എൻ്റെ കൈ ഇവിടെ സാധാരണ വെച്ചിരിക്കുന്ന പോലെ അവർക്കും തോന്നും. ഓക്കെ, ഞാൻ പക്ഷേ ഇതിനെക്കുറിച്ച് അവെയർ ആയിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്നെങ്കിൽ എൻ്റെ കണ്ണങ്ങോട്ട് പോകും, അല്ലെങ്കിൽ ഞാൻ ഈ കയ്യിൽ ഒത്തിരി പ്രഷർ കൊടുത്ത് ഇങ്ങനെ വെച്ചിരിക്കും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരും അതിലേക്ക് ശ്രദ്ധിക്കും. പക്ഷേ നമ്മളിങ്ങനെ നാച്ചുറൽ പൊസിഷൻസിൽ കൈവച്ച് അതിലേക്ക് അധികം ശ്രദ്ധ കൊടുക്കാതെ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ അവരും ഒരിക്കലും അത് ശ്രദ്ധിക്കില്ല. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.